ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്. ആ കുറവുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നത്. കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനിപ്പോ. അതല്ലാതെ ഞാൻ ഡ്രൈവ് ചെയ്യും, ഞാൻ സൈക്ലിംഗ് ചെയ്യും, സ്വിം ചെയ്യും. എൻ്റെ അപ്പൻ എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എപ്പോഴും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരു കുറവുണ്ടെന്നൊരു തോന്നല് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കുറവുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ഞാന് ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ എന്നെ കാണുന്നത് പോലെയല്ല, അല്ലെ എന്നെ അറിയാവുന്നവരെന്നെ കാണുന്നത് പോലെയല്ല ബാക്കിയുള്ളവരെന്നെ കാണുന്നത്, എന്നെ അറിയത്തില്ലാത്തവരെന്നെ കാണുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു പ്രൈവറ്റ് ജോലിയിൽ കേറി ഞാന്. അത് കേറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് PSCക്കൊക്കെ എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത് എന്നുള്ളത്, എന്നെ പോലുള്ളവർക്ക്. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു പ്ലാനോ ആഗ്രഹമോ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ പെട്ടെന്ന് പബ്ലിക്കിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി, ഭയങ്കര റെസ്പോൺസ് കിട്ടി. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ആ ഒരു വേഗത്തിലായിരുന്നു ആ ഒരു പേജിന്റെ വളർച്ച. എൻ്റെ ലൈഫിന്റെ വെല്ലുവിളികളാണ് എന്നെ ഇപ്പോ ഈ ഒരു സംരംഭത്തിന്റെ ഒരു ഓണറാക്കി ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. ഫിലിം സ്റ്റാർസ് ഒക്കെ എൻ്റെ അടുത്ത് വർക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ മിനിസ്റ്റേഴ്സിനൊക്കെ എനിക്ക് എൻ്റെ വർക്ക് എനിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ഒരു കാര്യത്തിൽ ലിമിറ്റ് ചെയ്തിട്ടില്ല. ഹായ്, എൻ്റെ പേര് അഞ്ജന. എൻ്റെ ബ്രാൻഡിന്റെ പേര് വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇപ്പോ ഇങ്ങനൊരു ബ്രാൻഡ് നടത്തുന്നത്. ഞാൻ ബേസിക്കലി ഞാൻ ഇടുക്കിയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ നാടും വീടൊക്കെ ഇടുക്കിയിലാണ്. ഞാനൊരു കുറച്ചു കാലം വരെ +2 വരെ ഞാൻ ഇടുക്കിയിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ലോ റേഞ്ചിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഡിഗ്രി ഒക്കെ കോട്ടയത്തായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഞാൻ MSW കോഴ്സ് എടുത്തു. അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കൊറോണ വന്നു. എൻ്റെ കോഴ്സിന് ശേഷമായിരുന്നു കൊറോണ വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നാള് ജോലിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലിക്ക് കയറി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്ര നാളും പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ആ ഒരു ഗ്യാപ്പിലായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ജോലികൾക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്. ആ കുറവുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നത്. എനിക്കതുവരെ എനിക്ക് മറ്റു എൻ്റെ സ്വന്തം കാര്യത്തിന് എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാനിപ്പോ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനിപ്പോ. അതല്ലാതെ ഞാൻ ഡ്രൈവ് ചെയ്യും, ഞാൻ സൈക്ലിംഗ് ചെയ്യും, സ്വിം ചെയ്യും. എൻ്റെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ അപ്പൻ എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എപ്പോഴും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരു കുറവുണ്ടെന്നൊരു തോന്നല് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കുറവുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് ചുറ്റുപാടുന്ന് എനിക്ക് സപ്പോർട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നെ ആരും തളർത്തിയിട്ടില്ല, എന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ സ്പോർട്സിൽ വെച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എല്ലാത്തിലും പ്രൈസ് മേടിക്കുമായിരുന്നു. അതിനുശേഷം ഈ ടീനേജ് പ്രായത്തിലേക്ക് കടന്നപ്പോഴേക്കും എനിക്ക് ആ ഒരു ഒരു ബോഡി കോൺഷ്യസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ പതിയെ എന്നിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. ഞാൻ അതുവരെ എല്ലാ പരിപാടികൾക്കും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പതിയെ ഞാന് ഡാൻസ് കളിക്കുമ്പോൾ അതൊരു ഭംഗികേടാണ്, ഞാൻ മുമ്പിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാണ് എന്നൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. എന്നെ ടീച്ചേഴ്സോ കുട്ടികളോ ആരും ഒരു തരത്തിൽ എന്നെ ഒരു തോന്നൽ കൊണ്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ട് അവർ തന്നിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പതിയെ ഒരു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ആയപ്പോഴേക്കും ഒരു തരത്തിലുമുള്ള ഒരു കഴിവില്ലാത്തൊരു കുട്ടി എന്ന രീതിയിലേക്ക് ഞാൻ എന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു. പക്ഷെ ഞാൻ അതിന് ശേഷം +2 ശേഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അതൊരു ഗേൾസ് ഓൺലി കോളേജ് ആയിരുന്നു. കോട്ടയം BCM കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു യാത്ര എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എന്നെ കുറെ പഠിപ്പിച്ചു.
പിന്നെ സ്ത്രീകൾ മാത്രം ഉള്ളെങ്കിലും നമുക്കും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കോളേജിലെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സ് എന്നെ മനസ്സിലാക്കാൻ സഹായിച്ചു ആ ഒരു കാലഘട്ടം. അതിനുശേഷമാണ് ഞാൻ MSW എടുത്തത്. ആ കോഴ്സ് സത്യം പറഞ്ഞാൽ എന്നെ ശരിക്കും ഞാനാക്കിയത് ഇപ്പോഴത്തെ എന്നെ ആക്കിയെടുത്തത് ആ ഒരു കോഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാനാകാൻ വേണ്ടി. കാരണം ഒരുപാട് പഠിക്കാനുള്ളതിനേക്കാളും ഒരുപാട് പ്രാക്ടിക്കൽസും ഇതുപോലെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരോട് ഇടപെട്ട് എന്നെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. എന്നെപ്പോലുള്ള ഒരുപാട് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അവരുടെ സ്റ്റോറീസ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി എനിക്ക് ഒരു കുറവുണ്ടെങ്കിലും എനിക്കതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് സ്വയം യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നെപ്പോലുള്ള കുറെ പേര് അങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുന്നവര് ഞാൻ അവരോട് സംസാരിച്ചപ്പോ അതായത് ഒന്ന് മുടി വെട്ടാൻ പോകണമെങ്കില് മിനിമം ഒരു 4, 5 പേരുടെയെങ്കിലും സമയവും സൗകര്യവും നോക്കിയിട്ട് വേണം അവർക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എനിക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ശരിക്കും പഠിത്തത്തിനേക്കാളുപരി എനിക്ക് പേഴ്സണലി ഒരുപാട് വളരാൻ പറ്റി. അതിന് ശേഷമായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടേക്ക് വന്നത്. കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിലേക്ക് എത്തിയപ്പോ പറഞ്ഞ പോലെ എന്റെ കോഴ്സ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തൊരു കോഴ്സായിരുന്നു സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ എന്നെ കാണുന്നത് പോലെ അല്ല, അല്ലെ എന്നെ അറിയാവുന്നവർ എന്നെ കാണുന്നത് പോലെ അല്ല ബാക്കിയുള്ളവർ എന്നെ കാണുന്നത്, എന്നെ അറിയത്തില്ലാത്തവർ എന്നെ കാണുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇന്റർവ്യൂവിന് അവർ ചോദിക്കുന്നത് മോൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഉണ്ടോ, പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പറ്റുമോ. ഞാൻ 7-8 കൊല്ലമൊക്കെ ഹോസ്റ്റലൊക്കെ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ചോദ്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടുമെന്ന്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊരു പേടിയായി തുടങ്ങി. ഞാൻ അവരോട് പറയണോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങളുടെ ജോലിക്ക് പറ്റാത്തൊരു കാര്യമാണോ, അതുകൊണ്ട് അങ്ങനെ അത്രയും വരെ അതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാതിരുന്ന ഞാൻ ഇനിയിപ്പോ അങ്ങനെയും കൂടെ പറഞ്ഞ് അപ്ലൈ ചെയ്യണമായിരിക്കും ആ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അതിനുശേഷം ഒരു പരിചയമുള്ള ഒരു ആന്റിയുടെ ഹെൽപ്പോട് കൂടി ഞാൻ ഒരു പ്രൈവറ്റ് ജോലിയിൽ കയറി ഞാൻ. അത് കേറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് PSCക്കൊക്കെ എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. എന്നെ പോലുള്ളവർക്ക് ഞാൻ കേറി. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ കൂടെയുള്ളവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ബാക്കിയുള്ളവരുടെ ഒപ്പം എനിക്ക് ആ ഒരു ജോലിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എനിക്കെന്നാലും എല്ലാവരുടെ ഒപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്തായാലും കേറിയതാണല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇറങ്ങി MSWന്റെ തന്നെ ജോലി നോക്കാം. കാരണം ഞാൻ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കോഴ്സായിരുന്നു. എനിക്ക് ആ ജോലിയാണ് ലൈഫ് ലോങ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നോർത്ത് ഞാനെന്നാ അതിന്റെ തന്നെ ജോലി നോക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ ഇറങ്ങി. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. കാണുന്നിടത്തും കേൾക്കുന്നിടത്തും ഒക്കെ അപ്ലൈ ചെയ്തു. കൂട്ടുകാരോടൊക്കെ ചോദിച്ച്. ആ സമയത്ത് എന്റെ കൂടെയുള്ളവരൊക്കെ ഓൾറെഡി സെറ്റിൽഡ് ആയി. ജോലിയൊക്കെ കിട്ടി. പുറത്തൊക്കെയോ പോയി. എല്ലാരും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിൽഡ് ആയി. അപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആ സമയത്തും. ഞാനൊന്നും ആയില്ലല്ലോ, ഇത്ര നാളായല്ലോ പഠിച്ച്, ഇത്രയൊക്കെ പഠിച്ചിട്ടും വീട്ടുകാരൊക്കെ എന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടും എനിക്ക് അവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒരു മാനസിക ബുദ്ധിമുട്ട് ശരിക്കും ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയായിരുന്നു. സ്റ്റിൽ എന്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടി അവര് എന്റെ കൂടെ തന്നെ നിന്നു. എന്റെ ഏറ്റവും മോശമായ സിറ്റുവേഷനിലും എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് എന്റെ ഫാമിലി തന്നിരുന്നു. അങ്ങനെ ഇരിക്കണ സമയത്താണ് ഇതുപോലെ ഞാൻ ബ്രേക്ക് എടുത്ത് ജോലിക്ക് നോക്കുന്ന ആ ഒരു സമയത്താണ് വളരെ യാദൃശ്ചികമായിട്ട് ഞാനൊരു കുഞ്ഞു കെട്ടുടുപ്പിൽ ഞാനൊരു ചെറിയ പൂവ് കാണുന്നത്.
അപ്പോ എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല അതെന്നെ ക്യാച്ച് ചെയ്തു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് തയ്യലുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം കേറി അങ്ങനെ ഒന്ന് തയ്ച്ചു നോക്കണം. അങ്ങനെ ഞാന് എന്റെ വീട്ടില് ചെന്ന് ഞാൻ പഴയ തുണിയൊക്കെ എടുത്ത് പഴയ ഉള്ള സൂചിയും നൂലും ഒക്കെ എടുത്തിട്ട് എന്റെ അമ്മച്ചി തയ്ക്കും. അപ്പൊ ഞാന് അമ്മച്ചിയുടെ ഉപകരണങ്ങളൊക്കെ എടുത്ത് ഞാൻ പതിയെ ഞാൻ തന്നെ വരച്ച് ഞാൻ തന്നെ തയ്ച്ചു നോക്കി. അങ്ങനെ തയ്ച്ചപ്പോ കുഴപ്പമില്ല. വലിയ മോശമില്ല. ആദ്യമായിട്ട് തയ്ക്കുന്നതാണെങ്കിലും അത്ര മോശമല്ല എന്നെനിക്ക് തോന്നി. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്കതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പോ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിപ്പോ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. കുറച്ചുകൂടെ നല്ല തുണിയില് ഞാൻ ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ കെട്ടുടുപ്പ് ഞാൻ കൈകൊണ്ട് തയ്ച്ചെടുത്തു. കെട്ടുടുപ്പാവുമ്പം തയ്ക്കാൻ അധികം ഇല്ലല്ലോ, എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെ തയ്ച്ചെടുത്തു. അതിനുശേഷം ആ ഭാവിക്ക് തന്നെ എന്റെ കൈകൊണ്ട് ഞാനൊരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തു. ഏഹ് ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കി ഞാന് ഒരു പൂവൊക്കെ തയ്ച്ചെടുത്ത്, ഞാൻ പിന്നെ കൈകൊണ്ട് തന്നെ കൈത്തയ്യല് ചെയ്ത് ഞാനൊരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും എനിക്ക് ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ട് കിട്ടി. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ സമയം എനിക്കുള്ള സമയങ്ങള് മൊത്തം ഞാന് ഷെഡ്യൂൾ ചെയ്ത് ഞാനിങ്ങനെ കൊറേ വർക്കുകള് ചെയ്യാൻ തുടങ്ങി. തനിയെ പഴയ ഡ്രസ്സുകളിലും, പഴയ എന്റെ ടീഷർട്ടിലും, എന്റെ ഹസ്ബൻഡിന്റെ ടീഷർട്ടിലും ഒക്കെ ഞാൻ പതിയെ ഓരോ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഞാൻ പതിയെ വരച്ച് വരച്ച് തയ്ച്ച് അങ്ങനെ കുറച്ചധികമായി. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എന്റെ അലമാരയിലുള്ള കുറച്ചധികം ഡ്രസ്സുകള് ഞാൻ തയ്ച്ച് വെച്ചു. അപ്പോ അങ്ങനെ ഒരുപാടായി കഴിഞ്ഞപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് വെറുതെ ഒരു പേജ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ടാക്കിയിടാം. അതില് നമുക്ക് ഇങ്ങനെ നമ്മള് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ ഒന്നുമല്ലെങ്കിലും എന്റെ കുറച്ച് സമയത്തിന്റെ ഒരു അധ്വാനത്തിന്റെ ഫലമാണ്. അത് ഒരു ആർട്ടാണ്. അപ്പൊ നമുക്ക് വെറുതെ ഫോട്ടോ എടുത്തിടാം. ഏതെങ്കിലും കാലത്തൊക്കെ നമ്മുടെ ഫോണിന്ന് ആ ഫോട്ടോയൊക്കെ പോയാലും നമ്മുടെ ആ ഒരു വർക്ക് നമ്മുടെ കയ്യിന്ന് അത്രയും ചെയ്ത വർക്കാണല്ലോ. അത് പോവണ്ടല്ലോ എന്നോർത്തിട്ടാണ് അങ്ങനെ ഒരു പേജ് വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നൊരു പേജ് ആ ഒരു പേരൊക്കെ സജസ്റ്റ് ചെയ്തത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. വെറുതെ ചെയ്തത് ഏറ്റവും ഭംഗിയുണ്ടായിരുന്നെന്ന് തോന്നിയത് വെറുതെ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ കുറച്ചധികം സമയമെടുത്ത് ചെയ്ത ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോ അത്രയും ഞാൻ സമയമെടുത്ത് അത്രയും ഭംഗിയായിട്ട് ചെയ്തതാണല്ലോ. അപ്പോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോ എന്റെ ഹസ്ബൻഡും അനിയനും ഞാനും കൂടെ വെറുതെ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടു. ശരിക്കും പറഞ്ഞാ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു പ്ലാനോ ആഗ്രഹമോ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ പെട്ടെന്ന് പബ്ലിക്കിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. ഭയങ്കര റെസ്പോൺസ് കിട്ടി. അതിനുശേഷം ഞാനിപ്പോ ഒരുപാട് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനൊരു പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് കിട്ടിയപ്പോ അടുത്ത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വർക്കുകള് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും വളരെ പെട്ടെന്നാണ് നമ്മുടെ പേജ് വളരാൻ തുടങ്ങിയത്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും. ഞാന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് എന്റെ ലൈഫ് വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ലൈഫ് പെട്ടെന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് മാറി അപ്പോഴത്തേക്കും. പിന്നെ കുറെ പേര് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തപ്പോഴേക്കും പതിയെ പതിയെ ഓരോരുത്തർ എന്നോട് വർക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന വർക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ പിന്നെയും ആൾക്കാര് ചോദിക്കും. അവരവരുടെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ ചെയ്ത് തരുമോന്നാണ് ചോദിക്കുന്നത്. നമ്മള് അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കും. അത് നമ്മള് വീഡിയോ ചെയ്യും. അപ്പൊ അടുത്ത ആൾക്കാര് അടുത്ത കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് ചെയ്ത് സത്യം പറഞ്ഞാ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു വേഗത്തിലായിരുന്നു ആ ഒരു പേജിന്റെ വളർച്ച. നമ്മുടെ പേജ് ഇപ്പോ 1,00,000 ഫോളോവേഴ്സ് ആയി നമ്മുടെ പേജില്. അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരാളുടെ എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് ഒരു സംരംഭം കെട്ടിപ്പടുക്കണം എന്നൊരു പ്ലാനോട് കൂടി ആയിരുന്നില്ല ഞാൻ ഇതുവരെ വന്നത്. അതായത് എനിക്ക് പഠിക്കുന്ന സമയത്തൊന്നും ഞാന് ഒരു ജോലി ചെയ്യണം, എന്തെങ്കിലും ഒരു ജോലിക്ക് കേറണം, സമാധാനമായിട്ട് ജീവിക്കണം, ജോലിക്ക് പോകണം, ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അത്രയൊക്കെ ഞാൻ ശരിക്കും എന്റെ മനസ്സിലെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ
ലൈഫിന്റെ വെല്ലുവിളികളാണ് എന്നെ ഇപ്പോ ഈ ഒരു സംരംഭത്തിന്റെ ഒരു ഓണറാക്കി ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തോണ്ട് ആദ്യമായിട്ടാണ്. എന്റെ ഫാമിലിയിൽ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാന് ബേസിക്കലി ഒരു കാ ഫ കൃഷിയാണ് എന്റെ ഞങ്ങൾ കുടുംബത്തിലെ എല്ലാരും. അപ്പോ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പരിചയമുള്ള ഒരു മേഖലയല്ല. എനിക്ക് ആരോട് ചോദിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ സ്റ്റേജും എനിക്ക് ഭയങ്കര പുതുമയാണ്. ഓരോ വളർച്ചയിലെ ഓരോ സ്റ്റേജുകളും. അത് തന്നെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. കാരണം ഒത്തിരി പേര് എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ ഫിലിം സ്റ്റാർസ് ഒക്കെ എൻ്റെ അടുത്ത് വർക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ മിനിസ്റ്റേഴ്സിനൊക്കെ എനിക്ക് എന്റെ വർക്ക് എനിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഞാന് ആയിരുന്നൊരു അവസ്ഥയിൽ നിന്ന് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ലെവലിലേക്കാണ് ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് ഞാന് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് മുതലേ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ഒരു കാര്യത്തിൽ ലിമിറ്റ് ചെയ്തിട്ടില്ല. നമ്മള് ശരിക്കും നമ്മുടെ ഉള്ളിലാണ് നമ്മള് തടസ്സങ്ങൾ അല്ലെ എനിക്കത് പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. നമുക്കങ്ങനെ എന്താ പറയാ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റുള്ളവരല്ല നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. എനിക്ക് സ്റ്റിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. എനിക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. എനിക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യം എനിക്കിപ്പോ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറമേ നോക്കുന്നവർക്കാണ് എനിക്കൊരു കുറവായിട്ട് തോന്നാറുള്ളൂ. എനിക്കതൊരു കുറവായിട്ട് എനിക്ക് ഇതുവരെയും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ എന്റെ കാര്യം മാത്രല്ല ഞാനൊരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോ പഠിക്കണ സമയത്തൊക്കെ ഞാൻ എൻഎസ്എസിലും അങ്ങനത്തെ എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. അവിടെയൊന്നും ഞാന് ഒരിടത്തും മാറി നിക്കോ അല്ല എന്നെ മാറ്റി നിർത്തിയിട്ടോ ഇല്ല. എനിക്കങ്ങനെ പറ്റാത്തതായിട്ടുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ശരിക്കും നമ്മളാണ് നമ്മുടെ പരിധികൾ നിശ്ചയിക്കുന്നത്. നമുക്ക് പറ്റുമെന്ന് തോന്നിയാൽ നമുക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. എത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടാകുന്നോ അത്രത്തോളം നമുക്ക് അതിനുശേഷം കിട്ടുന്ന റിസൾട്ടിന് അത്രത്തോളം നമുക്ക് ആ ഒരു വാല്യൂ ഉണ്ടാവും. അത്രത്തോളം നമ്മുടെ കൂടെ ആൾക്കാരും നിക്കും. നമ്മള് ആ ഒരു ഒരു ജയിച്ച് നമ്മളാ വെല്ലുവിളികളെയൊക്കെ വിജയിച്ച് അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഉണ്ടാവുന്ന ആ ഒരു നമുക്കുണ്ടാവുന്ന സന്തോഷത്തെക്കാളും അതിനു മുന്നേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അത് മറ്റൊന്നിനും ആ ഒരു സന്തോഷം തരാൻ പറ്റില്ല. ആ ഒരു അഭിമാന നിമിഷമാണത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നതെന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം സോഷ്യൽ വർക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയും ചെയ്യുന്നുണ്ട്. ആ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാനിപ്പോ എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്ത് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നത്. അതും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതും അതും ഒരു 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 അതർ കൈൻഡ് ഓഫ് സോഷ്യൽ വർക്ക് തന്നെയാണ്. കാരണം ഒരുപാട് പേർക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്റെ ലൈഫ് കൊണ്ട് എനിക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ കൂടെ തന്നെ എനിക്ക് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചു. എനിക്ക് എന്റേതായ ഒരു പേര് എനിക്ക് സമൂഹത്തിൽ എനിക്ക് കയ്യൊപ്പ് വെക്കാൻ പറ്റി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഒരു സമൂഹത്തിൽ ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് എത്താൻ പറ്റി. ആൾക്കാരൊക്കെ നോട്ട് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയെന്ന് പറയുന്നത് ശരിക്കും അത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ബുദ്ധിമുട്ടി ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് പറ്റുന്നൊരു കാര്യം അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. അത് നമ്മള് കൊടുക്കുക, സെർവ് ചെയ്യുക. അപ്പോ അതിന് ഉറപ്പായിട്ടും അത് സ്വീകരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു നല്ലൊരു
തിരിച്ച് അതിന്റെ പ്രതിഫലം കിട്ടും. അത് നമുക്കൊരു ഇന്ധനമാണത്. അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഇന്ധനമാണ്. അപ്പോ ഏറ്റവും ഏറ്റവും എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലെ നമുക്ക് പറ്റാത്ത കാര്യങ്ങള് നമ്മള് ബുദ്ധിമുട്ടി ചെയ്യുന്നതിനേക്കാളുപരി നമുക്ക് ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്യുക. അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളാണ്. നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അവസരങ്ങളുണ്ട്. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ പോലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്ത് അത് നമ്മളൊരു പുറത്തേക്ക് കൊടുക്കുമ്പം ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഞാന് ഇതുവരെ വിചാരിച്ചിരുന്നത് എനിക്കങ്ങനെ വലിയ എനിക്കതില് സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ എന്റെ ഉള്ളിൽ തന്നെ ഞാൻ മാക്സിമം ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാള് തന്നെയായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊരു എഫോർട്ട് ഇട്ടാ മതി. എല്ലാരും നമ്മുടെ കൂടെ ഒരുപാട് എത്ര ഹെൽപ്പിന് വേണേലും ഒരുപാട് പേര് നമ്മുടെ വരും. നമ്മള് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കില് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളെ വരും. നമ്മള് ഒരു കാര്യം ചെയ്യാതെ അല്ലെ നമ്മുടെ ഒരു പേടിയോ അല്ല നമ്മുടെ ഒരു നാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോ അങ്ങനെയുള്ള ഏഹ് ബാലിശമായ നിസ്സാരമായ വെറുതെ നമ്മള് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ചിന്തകളെ മാറ്റി വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു കംഫോർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോ നമുക്ക് വെച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ്. ഞാനീ ഒരു കൈ വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് കാര്യവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യവും നമുക്ക് സാധിക്കും. കാരണം നമുക്കങ്ങനെ തടസ്സങ്ങളും പരിധികളൊന്നും ഇല്ല ശരിക്കും. അത് നമ്മള് തന്നെയാണ് ശരിക്കും സൃഷ്ടിക്കുന്നത്. ശരിക്കും എംബ്രോയിഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബേസിക് ആയിട്ട് ഐഡിയ ഉള്ള ഒരാളായിരുന്നില്ല. ഞാനും ഒട്ടും അറിയില്ലാതെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു സൂചി നൂലിനെ കുറിച്ച് തന്നെ വലിയ ഐഡിയ പോലും ഇല്ലാതെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എംബ്രോയിഡറി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ലോകമുണ്ട്. നമ്മൾ പുറത്തറിയപ്പെടാത്ത വലിയൊരു ലോകമുണ്ട് എംബ്രോയിഡറിയുടെ ഒരു മേഖലയില്. ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ലക്ഷങ്ങൾക്കാണ് ലക്ഷങ്ങളാണ് അതിന്റെ വില. ആ ഒരു നല്ലപോലെ എംബ്രോയിഡറി ചെയ്ത ആ വസ്തുവിന് എനിക്കും അറിയില്ലായിരുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ട് എന്നെനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും. ഒരുപാട് വർഷത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എംബ്രോയിഡറിക്ക്. അത് കൂടാതെ അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നവർ എനിക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആൾക്കാര് കുറവാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. പക്ഷെ അതിന്റെ സാധ്യത വളരെ വലുതാണ്. ലക്ഷങ്ങളുടെ വിലയാണ് ഒരു സാരി ബോർഡർ ഒക്കെ ചെയ്യുന്നതിന്. അതും ഇങ്ങനെ തിരക്ക് പിടിച്ച് അങ്ങനെയൊന്നുമല്ല. വളരെ ആസ്വദിച്ച് സമയമെടുത്ത് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അതിന് വളരെ വലിയ വാല്യൂ ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഒരു ആർട്ടിനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും ആക്കിയെടുക്കാം. അതും ഇക്കാലത്ത് നമുക്കത് എങ്ങനെയാണെങ്കിലും നമുക്കത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനും പറ്റും ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ വന്നുകൊള്ളും. നമ്മളൊന്ന് തുടങ്ങിയാ മതി. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു വഴിയേ വരും. നമ്മൾ ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർ എന്തായാലും അത് കാണും. നമ്മുടെ കൂടെയുള്ളവർ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വരും. നമ്മൾ ഒരു കാര്യം പിന്നത്തേക്ക് വെക്കാതിരിക്കുക. കാരണം നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എത്ര ആലോചിച്ചിട്ടും പിന്നെ നമുക്കത് തിരിച്ച് കിട്ടില്ല. ഞാനങ്ങനെ ഒരുപാട് ഞാൻ എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഓർത്ത് എനിക്കിപ്പോ വിഷമമുണ്ട്.
എനിക്കിനി അത് തിരിച്ചു കിട്ടില്ല. എത്ര ഞാൻ ശ്രമിച്ചാലും എനിക്ക് ആ കാര്യങ്ങൾ തിരിച്ചു കിട്ടില്ല. അപ്പോ ഇന്ന് ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ബാക്കിയുള്ളതെല്ലാം വരും. ഒന്നും ഇല്ലല്ലോ എന്നോർത്ത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നോർത്ത് വെയിറ്റ് ചെയ്യാതിരിക്കുക. തുടങ്ങുക. ആദ്യം തുടങ്ങുക. ബാക്കിയെല്ലാം വരും. എനിക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കില്ല? അപ്പൊ ഉറപ്പായിട്ടും എല്ലാരെക്കൊണ്ടും എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളോട് ഇങ്ങനൊരു സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് Metro 7 ഒരുപാട് താങ്ക് യു. ഓക്കെ.